ഹലോ, സൺവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്ലോത്ത് ബാഗ് കൊണ്ട് അടിപൊളി പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതേപോലെ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഞാൻ ഇതിൽ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒപ്പം തന്നെ മടക്കി കൊടുക്കണം. എന്നിട്ട് കത്രിക കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇതൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ അടുത്തായിട്ട് ഞാനിവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ചുറ്റി ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വിടർത്തി കൊടുക്കണം. ഇതേപോലെ കമ്പി ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത്രയും പൂക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് ഞാനൊരു ബ്രോട്ടിലിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. ഇതേപോലെ ഇനി എല്ലാം ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിലിൻ്റെ അടിവശത്തുള്ള ഭാഗമാണ്. അത് ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്ത് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ബോട്ടിലിൻ്റെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതും ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് പൂക്കൾ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. വേറൊരു ബോട്ടിലിൻ്റെ മോൾ ഭാഗം ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്ത് നീക്കണം. ഇനി ഇത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് മുത്തുകളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അടിപൊളി ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.